നമസ്കാരം. IFPHന്റെ 2097 മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷം മൗനം പാടും. നന്ദി. ഹോമിയോപ്പതി വിഭാഗത്തില് സ്വകാര്യ മേഖലയും സർക്കാർ മേഖലയും രണ്ടും ഒരുപോലെ പ്രസക്തവും പ്രാധാന്യമുള്ളതുമാണ്. ഏത് തരത്തിൽ നിന്നാല് സർക്കാർ മേഖല വളർന്നാൽ മാത്രമേ ഹോമിയോപ്പതിക്ക് ഔദ്യോഗികമായി അംഗീകാരം ഉണ്ടാവുകയുള്ളൂ. അതേസമയം സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുടെ എഫർട്ട്, അവരുടെ വളർച്ച, അവരുടെ മെറിറ്റ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ മേഖലയിൽ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പാരസ്പര്യം ഉണ്ടാകണം, ഉണ്ട്. നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹകരണം, ഓരോ തരത്തിലുള്ള പുരോഗതി എന്തുമാത്രമുണ്ട് എന്ന് വളരെ നിർണായകമാണ്. ഈ ഒരു കാര്യത്തിൽ നമ്മൾ അല്പം പിന്നോട്ടാണെന്ന് പറയേണ്ടി വരും. കാരണം പലപ്പോഴും നയപ്രഖ്യാപന പ്രസംഗത്തിലും ബഡ്ജറ്റിലും ഒക്കെ കേൾക്കുമ്പോൾ ഹോമിയോപ്പതി എന്ന വാക്ക് വളരെ കുറച്ചേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ വളരെ ഉന്നതരായ മന്ത്രിമാരെയും എം എൽ എമാരെയും ഉദ്യോഗസ്ഥരെയും ചികിത്സിക്കുന്ന ധാരാളം ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ചപ്പാടിന്റെ ചെറിയ അഭാവം ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ പരിഹരിക്കാൻ കൂടിയാണ് IFPHന്റെ ഉദ്ദേശം തന്നെ അത് തന്നെയാണ്. ഹോമിയോപ്പതി സർക്കാർ സ്ഥാപനങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്നറിയാനാണ്. ഏതാണ്ട് 10-40 വർഷം മുമ്പ് റൂറൽ ഇന്റേൺഷിപ്പ് സമയത്ത് തന്നെ ഡോക്ടർക്ക് നമുക്കൊക്കെ അറിയാം അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു. പിന്നെ പഞ്ചായത്ത് രാജ് വന്നപ്പോൾ എന്ത് മാറ്റം ഉണ്ടായി, ഇതെല്ലാം അറിയാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം മാറുന്ന സർക്കാർ ഹോമിയോപ്പതി ഡിസ്പെൻസറികൾ എന്നുള്ളതാണ്. ഇതിൽ പങ്കെടുക്കുന്നത് ഒന്ന് ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിൻസി സെബാസ്റ്റ്യൻ ആണ്. രണ്ടാമത് അയിലം ഗവൺമെന്റ് ഹോമിയോപ്പതി ഡിസ്പെൻസറി ഡോക്ടർ ഹേമ ശേഖറാണ്. ഈ രണ്ടുപേരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട DMOയിലേക്ക് പോകാം. എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി സർക്കാർ മേഖലയിൽ ഉണ്ടായത് എന്ന് പറയാം. മാഡം അൺമ്യൂട്ട് ചെയ്യുന്നു. അൺമ്യൂട്ട് ചെയ്യണേ. ആ, ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ആദ്യമായിട്ട് നമുക്ക് ഈ IFPHന്റെ ഈ ഇന്നത്തെ മീറ്റിങ്ങിൽ, ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിനുള്ള സന്തോഷവും നന്ദിയും മനോജ് സാറിനോടും മറ്റുള്ള എല്ലാ ഭാരവാഹികളോടും അറിയിക്കുന്നു. അപ്പോൾ അയിലം ഡിസ്പെൻസറിയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ അയിലം ഡിസ്പെൻസറി. അപ്പോൾ അയിലം ഡിസ്പെൻസറി എന്ന് പറയുന്നത് നമ്മുടെ ഒരു തിരുവനന്തപുരത്തെ ഒരു റിമോട്ട് ഏരിയയായ ഒരു മുതാക്കൽ എന്ന പഞ്ചായത്തിലെ ഒരു ചെറിയൊരു ഡിസ്പെൻസറിയാണ് അയിലം ഡിസ്പെൻസറി. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇത്തിരി മാറിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഒരു 200 മീറ്ററോളം മാറി, അധികം ബസ് സൗകര്യമൊന്നും ഇല്ലാത്തൊരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥാപനത്തിൽ എത്തുമ്പോൾ അവിടെ റബ്ബർ തോട്ടത്തെ ചുറ്റപ്പെട്ട് കുറച്ച് കശുമാവിൻ തോട്ടങ്ങളൊക്കെയുള്ള, വാഴത്തോട്ടങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ചിന്തയെന്ന്, ഒരു മുൻവിധി എന്ന് വെച്ചാൽ, ഒരു അധികം സൗകര്യമൊന്നും ഇല്ലാത്ത ഒരു റിമോട്ട് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥർക്ക് സ്ഥിരമായിട്ടൊരു മുഖഭാവമുണ്ട്. അതും പ്രതീക്ഷിച്ച്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരുന്ന നമ്മുടെ രോഗികൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് മിക്കവാറും ഇങ്ങനെ ഇത്രയും ഉൾപ്രദേശങ്ങളിലുള്ള സ്ഥലത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ ഐലൻഡ് ഡിസ്പെൻസറി ചെല്ലുമ്പോൾ അതങ്ങനെയല്ല വരുന്നത്. ആ സ്ഥാപനത്തിന് ISO സർട്ടിഫിക്കേഷൻ ഉണ്ട്. ആ സ്ഥാപനം ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററാണ്. മാത്രമല്ല ഇപ്പോൾ NABHന്റെ അസസ്മെന്റ് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു മികച്ച സ്ഥാപനമാണ്. അപ്പോൾ സാധാരണഗതിയിലുള്ള ഒരു 4 ഉദ്യോഗസ്ഥരാണ് നമ്മുടെ എല്ലാ സ്ഥാപനത്തിനും ഉള്ളത്. അതുകൂടാതെ ഈ സ്ഥാപനത്തിൽ യോഗ ക്ലബുണ്ട്, യോഗ ട്രെയിനറുണ്ട്, മൾട്ടിപർപ്പസ് വർക്കർമാരുണ്ട്. കൂടാതെ PHCകളിൽ മാത്രം അനുവദിച്ചിട്ടുള്ള ആശാ വർക്കർമാരും ഈ സ്ഥാപനത്തിലുണ്ട്. കൂടാതെ നമുക്ക് ബയോ മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന് ഇമേജിന്റെ സൗകര്യവും ഇത്രയും സ്ഥാപനങ്ങളുണ്ട്. അപ്പം നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന ഉൾപ്രദേശത്തുള്ളൊരു സ്ഥാപനം. അപ്പം അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ അയലത്ത് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തെ ഇത് കാണുന്നത്. ഇത് അയലത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലുള്ള മറ്റ് 67 ഹോമിയോ 98 സ്ഥാപനങ്ങളാണ് മൊത്തത്തിലുള്ളത്. അപ്പൊ 67 സ്ഥാപനങ്ങളിലും ഇത്തരത്തിലുള്ള മുന്നേറ്റങ്ങൾ നമ്മളിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ ഞാനും തുടക്കകാലത്തുനിന്ന് ഇത്രയും കാലത്തോട്ട് ഒത്തിരിയേറെ മുന്നേറ്റങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പൊ അയലത്ത് ISO സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ആശുപത്രി, തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിലുണ്ട്. പിന്നീട് ഇതൊക്കെ നമുക്കൊരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സേവനങ്ങളാണ് ഇവിടെ ലഭിക്കും. സർട്ടിഫിക്കേഷനാണ്.
പിന്നെ NIBHന്റെ സേവനങ്ങൾ ഇത് നമ്മുടെ 7 സ്ഥാപനങ്ങൾക്ക് ഓൾറെഡി നമുക്ക് കിട്ടിയിരിക്കുന്നു NIBH സർട്ടിഫിക്കറ്റ്. ഇനി 9 സ്ഥാപനങ്ങൾ അസസ്മെന്റ് കഴിഞ്ഞിട്ട് സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. നമുക്ക് 24 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളുണ്ട്, 14 മോഡൽ ഡിസ്പെൻസറികളുണ്ട്. അപ്പോൾ ഇത്രയധികം അത് മാത്രമല്ല, നമ്മൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. 75% സ്ഥാപനങ്ങൾ പെർമനന്റ് രജിസ്ട്രേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ സന്തോഷവും ഉണ്ടാകുന്ന ഒരു മുന്നേറ്റമാണ് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരം നേട്ടങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് ഈ പണച്ചെലവാണ്. ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ പണ്ട് പ്രൈവറ്റ് മേഖലയിൽ കാണുന്ന ഇത്രയും അധികം ഒരു അന്താരാഷ്ട്ര ദേശീയ നിലവാരത്തിലുള്ള ഇത്ര സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പണച്ചെലവാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് സർക്കാരിന്റെ ഫണ്ട് കൂടാതെ നമുക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വളരെയധികം സപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്, നമ്മുടെ പഞ്ചായത്ത് രാജ് ഒക്കെ വന്നതിന് ശേഷം. അപ്പോൾ നമുക്ക് മറ്റുള്ള ഇപ്പോൾ ഒരു അടിസ്ഥാന സൗകര്യം, ആരോഗ്യം, അടിസ്ഥാന സൗകര്യങ്ങൾ, ശുചിത്വം എന്നിവയിലൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മറ്റുള്ള സിസ്റ്റത്തെ പോലെ തന്നെ നമ്മുടെ ഹോമിയോപ്പതിയെയും കാണുന്നു. നന്നായിട്ട് ഫണ്ട് ചെലവാക്കുന്നതിന് ഒരു മടിയും കാണിക്കുന്നില്ല. ഇഷ്ടമുള്ള ഫണ്ട് നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫണ്ട് തദ്ദേശ സ്വയംഭരണത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റു CSR ഫണ്ടുകളോ ആവശ്യമുള്ളവർക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഫണ്ട് ലഭിക്കാവുന്ന ഒരു രീതിയിലോട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളത് കിലയെ പറ്റി തന്നെയാണ്. കിലയുടെ ഒരു ട്രെയിനിങ്ങും അവരുടെ കില നൽകുന്ന നമ്മുടെ ജനപ്രതിനിധികൾക്ക് നൽകുന്ന ഒരു ട്രെയിനിങ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പം ഇത്രയും ഒരു ദിശാബോധം നമ്മുടെ ജനപ്രതിനിധികൾക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ സിസ്റ്റത്തെ പോലെയും നമ്മളെയും കാണുന്നതും ഈ ISO നിലവാരം പോലെയുള്ള ഇതിലോട്ട് നമ്മുടെ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഉൾപ്പെടെ, പഞ്ചായത്തിനൊക്കെ ഫ്രണ്ട് ഓഫീസ് സൗകര്യങ്ങളെല്ലാം ഉണ്ടാകുന്നതെല്ലാം ഈ കിലയുടെ ഒരു ഇടപെടൽ മൂല്യമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളും ഇതോടൊപ്പം തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം NAMന്റെയും NHMന്റെയും വരവാണ്. അപ്പോൾ ഒരു ഫണ്ട് ഏജൻസി എന്ന് ആദ്യം നമ്മൾ കണ്ടെങ്കിലും വളരെയധികം നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് വളരെയധികം മുന്നേറ്റങ്ങൾ HR-ന്റെ കാര്യത്തിലാണെങ്കിലും സിവിൽ വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം ഒരു മുഖച്ഛായ തന്നെ ഈ NAMും NHMും വന്നതോടുകൂടി മാറി മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ 4 ഹോസ്പിറ്റലിന് ഫിസിയോതെറാപ്പി ഉണ്ട്, ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്. ഇപ്പോഴുണ്ടാകുന്ന ഡോക്ടർമാരെ കൂടാതെ നമുക്ക് പ്രോജക്റ്റുകളിൽ വിവിധ HR, ഫാർമസിസ്റ്റുമാർ, നഴ്സുമാർ, മൾട്ടിപർപ്പസ് വർക്കർമാർ, അങ്ങനെ ഒട്ടേറെയധികം പോസ്റ്റാണ് NHM NAM വഴി ലഭ്യമായത്. അപ്പോൾ നമുക്ക് മുന്നേ തുച്ഛമായ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എന്തായാലും ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്ലാൻ ഫണ്ടും സർക്കാരിലെ സാലറി, ഇത്രയും ഫണ്ട് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് മുന്നേറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇത്രത്തോളം ഫണ്ടുകളെല്ലാം വരുന്നു. ഇതുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ ഒത്തിരിയധികം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു ഭാഗം നമുക്ക് സ്വകാര്യ മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ സർക്കാർ മേഖലകളിലെ മാറ്റം തന്നെ സ്വകാര്യ മേഖലകളിലും ഉണ്ടാകുന്നുണ്ട്. ഹോമിയോപ്പതിയുടെ ആ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് വളരേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു വൺ ഹെൽത്തിന്റെ ഒരു കാഴ്ചപ്പാടെടുത്താൽ ഈ നമ്മുടെ കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ് എന്നിവയൊക്കെ നമ്മുടെ ഒരു സാന്നിധ്യം എല്ലാ മേഖലകളിലും ഉണ്ടാകേണ്ടതാണ്. അതിനുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഭരണാധികാരികൾക്കും നമ്മുടെ LSTDക്കും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും നമുക്ക് കൂടുതൽ ചികിത്സാ മേഖലകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാകും. ഇനിയും കൂടുതൽ ഉയരങ്ങളിലോട്ട് നമ്മുടെ സ്ഥാപനങ്ങൾ എത്തിച്ചേരും. അപ്പോൾ എന്തായാലും ഇതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവനക്കാരാണ്. നമ്മുടെ കുറച്ചും കൂടെ അർപ്പണബോധമുള്ള നല്ല കഠിനാധ്വാനികളായ ജീവനക്കാർ തന്നെയാണ് നമ്മുടെ ഇത്രയും അവാർഡുകളും ഇത്രയും പുരസ്കാരങ്ങളും നമ്മുടെ സ്ഥാപനങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ വളരെ സന്തോഷമുള്ളൊരു ഹോമിയോപ്പതി ജില്ലാ വകുപ്പ് മേധാവി എന്ന നിലയിൽ ഇത്തരം നേട്ടങ്ങളെ വളരെ സന്തോഷത്തോടെ ഞാൻ കാണുന്നു. അപ്പോൾ ഇനിയും ഉയരത്തിലോട്ട് നമ്മുടെ സർവീസ് എത്തട്ടെ. അപ്പോൾ ഇന്നത്തെ സംസാരിക്കാൻ അവസരം നൽകുന്നതിന് വളരെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി മാഡം, തുടരുക. വളരെ സന്തോഷം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്, പഞ്ചായത്ത് രാജ് ആദ്യം വന്നു, അതിനെ തുടർന്ന് കില എന്ന സ്ഥാപനത്തിന്റെ ഒരു എന്താ പറയാ ഗൈഡൻസും, അതിനെ തുടർന്ന് നാഷണൽ ആയുഷ് മിഷനും NHM എല്ലാം ചേർന്നപ്പോൾ നമ്മൾ വളരെയധികം എന്താ പറയാ സംഗതിയെല്ലാം കിട്ടാനായിട്ടുണ്ട്. അപ്പൊ ഇനിയും വളരെ മുന്നോട്ട് പോകാനുണ്ട്. ഇപ്പൊ തന്നെ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവൺമെന്റ് പറഞ്ഞൊരു കാര്യം, അതായത്
മെഡിക്കൽ ടൂറിസം ആൻഡ് വെൽനസ് സെന്റർ, രണ്ട് കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് സാധാരണഗതിയിൽ ഏതെങ്കിലും വിഭാഗത്തെ മാത്രമാണ് ഒരു പ്രൊജക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം വെൽനസ് സെന്റർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഹോമിയോപ്പതിക്ക് ഒന്നാം സ്ഥാനത്ത് വരാൻ കഴിയും. കാരണം എന്താണ്, ഏറ്റവും കുറഞ്ഞ ഡ്രഗ് റിയാക്ഷൻസ്, അലർജി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സേഫ് മെഡിസിൻസ് ഇത് തീർച്ചയായിട്ടും പറയാൻ കഴിയുന്നത് നമ്മുടെ ഹോമിയോ മെഡിസിൻ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനരുടെ DMO ഇത്തരം കാര്യങ്ങളിൽ ഇനി സർക്കാരിന്റെ കൂടിയാലോചനകൾ വരുമ്പം ഇത്തരം കാര്യങ്ങളിലൂടെ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം നമുക്ക് വളരെ സാധ്യത മെഡിക്കൽ ടൂറിസത്തിലും ഉണ്ട്, ഈ പറഞ്ഞ വെൽനസ് സെന്ററുകളിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഡോക്ടർ ഹേമയിലേക്ക് പോകാം. ഡോക്ടർ ഹേമ, എന്തൊക്കെ തരം പ്രവർത്തനങ്ങളാണ് അവിടെ ചെയ്തതെന്ന് പറയാമോ? വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. ഡോക്ടർ ഹേമ, അൺമ്യൂട്ട് ചെയ്യാമോ? നെറ്റ് പ്രോബ്ലം ആണോ ഹേമ? ഡോക്ടർ ഹേമ? ഉണ്ടായിരുന്നല്ലോ, ഉണ്ട്. ഉണ്ട്. ഇപ്പൊ അടുത്ത കാലത്തുണ്ടായ ഒരു മാറ്റം നേരത്തെ പറഞ്ഞ പോലെയാണ് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. അത് വരുന്നതോടുകൂടി ഒരു മൊത്തത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. സ്ഥാപനത്തിൽ ഒരു പേഷ്യന്റ് വരുമ്പോൾ ആശാപ്രവർത്തകർ ആ അലോപ്പതി ആശുപത്രി കിട്ടിയ ഒരു ട്രെയിനിങ് ഉണ്ട്. അത് വെച്ചിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടാണ് പേഷ്യന്റിനെ വന്ന ഉടനെ പിടിച്ചിരുത്തി BP നോക്കുക, വെയിറ്റ് എടുക്കുക, ഹൈറ്റ് നോക്കുക, വണ്ണം നോക്കുക, ഒരു പ്രോസസ് ഇങ്ങനെ ചെയ്യണം. അപ്പൊ രോഗികൾക്ക് എന്തോ അവിടെ സംഭവിക്കുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ വലിയ കാര്യമായിരുന്നു. മാത്രമല്ല അവർക്ക് ട്രെയിൻ നമുക്ക് ഒരിക്കലും അവഗണിക്കാൻ പറ്റില്ല. അവർ വലിയൊരു പ്രസ്ഥാനമാണ്. അപ്പോൾ ഇത് മെഡിക്കൽ ക്യാമ്പുകൾ അങ്ങനെ കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവരെ കൊണ്ട് നമുക്ക് എഫർട്ട് എടുക്കാൻ കഴിയും. ഡോക്ടർ ഹേമ, അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ. ബഹുമാനപ്പെട്ട DMO ഡോക്ടർ പ്രിൻസി മാഡം, മോഡറേറ്റർ മനോജ് സാറ്, പരിപാടിയിൽ പങ്കെടുക്കുന്ന ഡോക്ടർമാര്, വിദ്യാർത്ഥികള്, എല്ലാവർക്കും നമസ്കാരം. മാറുന്ന ഹോമിയോപ്പതിക് ഡിസ്പെൻസറികൾ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അതിലും ഹോമിയോ ഡിസ്പെൻസറിയിൽ വരുത്തിയ മാറ്റങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ സ്ലൈഡ് ഷെയർ ചെയ്യാം. ഓക്കെ. നമ്മുടെ ഗവൺമെന്റ് മേഖലയിൽ വന്ന മാറ്റങ്ങൾ സ്വകാര്യ മേഖലയും വളരെയധികം എന്താ പറയുക ഇതിലേക്ക് ആകർഷിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഡോക്ടർ സന്തോഷിന്റെ ക്ലിനിക്ക് ഇപ്പോൾ NABH അക്രഡിറ്റേഷൻ ആയിട്ടുണ്ട്. നമ്മൾ 4-ാം തീയതി അതിനെക്കുറിച്ച് പ്രോഗ്രാം വെക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ സന്തോഷ് പറയുണ്ടായി ആ എടുത്ത എഫർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ ലിമിറ്റഡ് ആയ റിസോഴ്സ് വെച്ച് നമ്മുടെ ഡോക്ടർമാർ, പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർ എന്തുമാത്രം എഫർട്ട് എടുത്ത് കാണുന്നു. അപ്പോൾ ആ ഡോക്ടർക്ക് മനസ്സിലായി ഇത് എന്തുമാത്രം കഷ്ടപ്പാടാൻ പുറകിലുണ്ടെന്ന് മനസ്സിലായി. ഡോക്ടർ ഹേമ, എന്ത് പറ്റി? ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാനൊന്ന് ലാപ്ടോപ്പിൽ നിന്ന് നോക്കട്ടെ, എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. നെറ്റ് വീക്ക് ആയതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാമോ, അത് എനിക്കൊന്ന് അയച്ചു തരാമെങ്കിൽ ഞാൻ ബിനോയെ കൊണ്ട് ഷെയർ ചെയ്തേ. ഡോക്ടർ ബിനോയ്. ഓക്കെ. ബിനോയ് ഡോക്ടർ ഉണ്ടോ അതിന്? ഒന്നുണ്ട്. ബിനോയ് ഒന്ന് കോ-ഹോസ്റ്റ് ആക്കി ഓക്കെ. എനിക്കൊന്ന് അയച്ചോ, എന്റെ വാട്സപ്പിലോട്ടൊന്ന് അയച്ചോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഡോക്ടർ പ്രിൻസ് ഡോക്ടറെ, ഇത് ആദ്യം നമ്മുടെ മോഡൽ ഡിസ്പെൻസറിയാണ് തുടങ്ങിയല്ലേ? സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു അല്ലേ? അൺമ്യൂട്ട് ചെയ്യാമോ? അല്ലേ ആദ്യം അതെ, ആദ്യം മോഡൽ ഡിസ്പെൻസറിയാണ് അപ്ഗ്രേഡ് ചെയ്തിട്ട് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആകുന്നത്. അപ്പൊ ഞാൻ ഇതിലൂടെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നു. നമ്മുടെ സ്ഥാപനങ്ങള് 100% ഓൺലൈൻ OP ആണ്. ആ കാര്യം ഞാൻ ഇവിടെ പറയാൻ വിട്ടുപോയി. ആ കാര്യം അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ എത്ര പേഷ്യൻസ് വരുന്നു, പേഷ്യൻസ് എത്ര പേര് വെയിറ്റ് ചെയ്യുന്നു, ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിന്റെ സൃഷ്ടാവായ ഡോക്ടർ അനിൽ ഇതിനകത്തുണ്ട്. ഡോക്ടർ അനിൽ, അഭിനന്ദനങ്ങൾ. കാരണം അത്രത്തോളം എഫർട്ട്, എത്രയോ ദിവസം ഉറക്കമില്ലാതെ അനിലിപ്പോ ജോലി ചെയ്യുന്ന കായംകുളത്താണ്. നല്ല യാത്രയുണ്ട്. ഇതിനിടയ്ക്കാണ് ഇത്രയും ജീവൻ. അപ്പോഴേക്കും ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ ക്യാഷ് അക്രഡിറ്റേഷൻ സ്ഥാപനങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആയിരുന്നു നമ്മളെ സ്ഥാപനങ്ങളുടെ ഒരു എന്താണ് പെയിന്റ് കളർ എല്ലാ സ്ഥാപനങ്ങൾക്കും. ഇപ്പൊ അത് NABH ആയപ്പോ കളർ യെല്ലോ കളറിലോട്ടാണ് മാറിയിട്ടുണ്ടോ? അങ്ങനെയുണ്ടോ? ഒരു ചെറിയൊരു ചെറുതാ. കല്ലുവാതുക്കൽ ഹോമിയോ ഡിസ്പെൻസറി ക്യാഷ് കഴിഞ്ഞ് ഇപ്പൊ NABH അക്രഡിറ്റേഷൻ കിട്ടി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴിപ്പൊ കളറൊക്കെ മഞ്ഞ കളറിലെ പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. അതിന് അങ്ങനെ NABH
ഏ അത് NABH കിട്ടുന്ന സ്ഥാപനങ്ങൾ അവരുടെ കളർ കോഡ് അങ്ങനെയാണ്. കളർ ആണോ? കോഡ് അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടോ? ഉണ്ട്. അതെ അവരുടെ എംബ്ലം ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ആ കളർ കോഡാണ്. ഒരു ബിസ്ക്കറ്റ് കളറ് അതെ 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 അതെ. അതാണ് ആയുഷ് പച്ച. അല്ല ഡോക്ടറെ, സെൻട്രൽ ഗവൺമെന്റ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നുള്ള അലോപ്പതി എല്ലാ ആശുപത്രിയും അങ്ങനെ ആക്കിയിട്ടില്ല ഡോക്ടറെ? ഇപ്പൊ അങ്ങനെ ഒരു മാറ്റം അവിടെ കാണുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ അവന് അടുത്താണ് താമസം, എപ്പോഴും കാണും. PHC അങ്ങനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ NABH അതെ എന്താണ് ആരോഗ്യ മന്ദിർ? അതെ, മന്ദിർ ആയുഷ്മാൻ ഭാരത് ആയുഷ്മാൻ ആരോഗ്യ ആരോഗ്യം. അതെ അതെ. ഓക്കെ ഓക്കെ. ധനേഷ് ഡോക്ടർ റെഡി ആയോ? അൺമ്യൂട്ട് ചെയ്യണം ഡോക്ടർ, അൺമ്യൂട്ട് ചെയ്യണേ. ഔട്ട് ഓഫ് സ്റ്റേഷനിലായിരുന്നു, ഇപ്പൊ ചെയ്യും. കുഴപ്പമില്ല. അയച്ചിട്ടില്ല. ഹേമ ഡോക്ടർ അത് ലാപ്ടോപ്പിലൂടെ കേട്ടിട്ട് പിന്നെ മാറിയെന്നോ അല്ലേ? അതാണ് പ്രോബ്ലം എന്ന് തോന്നുന്നു. അതെ അതെ, ലാപ്ടോപ്പിൽ കയറിയപ്പോ എനിക്ക് വീഡിയോ ഓൺ ആവുന്നില്ലായിരുന്നു. അത് അപ്പൊ ഞാൻ നെറ്റ്വർക്ക് വീക്ക് ഫോണിലൂടെ ആകുമ്പോഴ് തന്നെ നോക്കി. നെറ്റ്വർക്ക് വീക്ക് ആകുമ്പോഴാണ് അങ്ങനെ പറ്റുന്നത്. വൈഫൈ നെറ്റ്വർക്ക് ആണോ ഡോക്ടർ ഉപയോഗിക്കുന്നത്? വൈഫൈ ആണ്. ഏതിന്റെ? സൂമിന്റെ D-Link എന്ന് പറഞ്ഞു. ആമുഖമായി ഡോക്ടർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അപ്പോഴത്തേക്ക് അത് വരും. അതെ, മനോജ് ഡോക്ടർ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനമാണ്. കാരണം ഈ പ്രൈവറ്റ് ഡോക്ടർമാര് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഗവൺമെന്റ് അതിന്റെ ശ്രദ്ധയിൽ അത് വിടുകയും ഗവൺമെന്റ് ഡിസ്പെൻസറികളുടെ എണ്ണം കൂടുകയും നമുക്ക് ഗവൺമെന്റിന് ഇത്രയും വലിയ സംവിധാനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അപ്പൊ ഈ രണ്ട് കൂട്ടരും ഒരുപോലെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഹോമിയോപ്പതി വളരെ നല്ല രീതിയിൽ വരും. അതാണ് നമുക്ക് വേണ്ടത്. പക്ഷെ ഇന്ന് ഒരു ചെറിയ ഒരു രണ്ട് ഇരുവഴികളിലൂടെ എന്നുള്ള രീതിയിൽ പലരും പോകുന്നുണ്ട്. പക്ഷെ അത് ശരിയായൊരു സമീപനമല്ല. എല്ലാവരും നമ്മളെല്ലാം ഹോമിയോപ്പതിക്കാരാണെന്നും ഹോമിയോപ്പതി വളരുന്നതിന് സർക്കാർ തലത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാനുള്ള ഒരു മനോഭാവം കൂടി ഉണ്ടെങ്കിൽ ഇതിലും ഉയരങ്ങളിൽ നമുക്ക് ഹോമിയോപ്പതി എത്തിക്കാൻ പറ്റും. അതെ, ഓരോ പൾസും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയണം. ഓരോ വശത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉടനെ രണ്ടു കൂട്ടർ അറിയണം എന്നുള്ളതാണ്. ഇതിപ്പോ അറിയുന്നില്ല. ഇപ്പൊ മെഡിക്കൽ ക്യാമ്പുകൾ നടക്കുമ്പോൾ അതാത് പ്രദേശങ്ങളിലെ ഡോക്ടർമാരോട് പങ്കെടുപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ കാര്യമായിരിക്കും. നമുക്ക് മാൻ പവർ കിട്ടുകയും ചെയ്യും, അവർക്ക് ലോക്കൽ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പൊ പ്രിവെന്റീവ് മെഡിസിനൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, കുട്ടികൾക്ക് കരുതലോടെ മുന്നോട്ട്. ആ പ്രോഗ്രാമിന് ഞാനവിടെ ചടയമംഗലം ചേർന്നപ്പോൾ ലോക്കൽ ഡോക്ടർമാരോട് പങ്കെടുത്തിരുന്നു. വലിയൊരു ഏറ്റവും കൂടുതൽ മെഡിസിൻ കൊടുത്തു വന്ന അവിടെയായിരുന്നു. കാരണം ഇത് സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണത്. ഹേമ ഡോക്ടർ ആ PPT നോക്കി പറയാവുന്ന പറഞ്ഞു, അന്നേരത്തേക്ക് അത് വന്നുള്ളൂ. അതെ, നമ്മുടെ മാറുന്ന ഹോമിയോപ്പത്തിക് ഡിസ്പെൻസറികൾ എന്ന് പറയുമ്പോൾ അയിലം ഹോമിയോ ഡിസ്പെൻസറിയിൽ വന്ന 2 സർട്ടിഫിക്കേഷൻ കാരണമാണ് നമുക്ക് ആ മാറ്റം പറയാൻ പറ്റുന്നത്. ആദ്യം ISO സർട്ടിഫിക്കേഷൻ വന്നു. രണ്ടാമത് ഇപ്പോൾ NABHന്റെ എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ പ്രോസസ്സിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ISO സർട്ടിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ കിട്ടിയ സ്ഥാപനം അയിലം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആണ്. 2015 നവംബറിലാണ്. ഓക്കെ, സ്ക്രീൻ ഷെയർ തുടങ്ങിയിട്ടുണ്ട് ഡോക്ടറെ, സ്ക്രീൻ ഷെയർ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് സ്ലൈഡ് അതാണ്. ചേഞ്ചിങ് ഡിസ്പെൻസറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പറയേണ്ട കാര്യം ISO സർട്ടിഫിക്കേഷനും NABH ALCയും വന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ചേഞ്ച് വരാനുള്ള പ്രധാന കാരണം. അതിൽ ISO സർട്ടിഫിക്കേഷൻ കേരളത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ജില്ല ഡിസ്പെൻസറി തിരുവനന്തപുരം ജില്ലയിലെ അയിലം ഹോമിയോ ഡിസ്പെൻസറിയാണ്. ISO 9001 2008 സർട്ടിഫിക്കേഷൻ ആണ് നമുക്ക് ഇനിഷ്യലി കിട്ടിയത്. അത് നവംബർ 2015 കിട്ടിയത്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു വാലിഡിറ്റി 3 years ആണ്. അതിനുശേഷം 2019 വീണ്ടും സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ 2026 ISOയുടെ റിന്യൂവലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ISOയുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ 2 തവണ ഓഡിറ്റ് നടന്നതിന് ശേഷമാണ് ISO സർട്ടിഫിക്കേഷനിലോട്ട് പോയത്. ഇനിഷ്യൽ ഓഡിറ്റിന്റെ സമയത്ത് അവർ കുറേ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം കുറച്ച് കറക്ഷൻസ് പറഞ്ഞു. സെക്കൻഡ് ഒരു ഓഡിറ്റ് ഒരു 2 weeks കഴിഞ്ഞപ്പോഴത്തേന് സെക്കൻഡ് ഓഡിറ്റ് വന്നു.
സെക്കൻഡ് ഓഡിറ്റ് വന്നപ്പോൾ അവർ നമ്മുടെ ഇനിഷ്യൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കി കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും കൂടെ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ISO സർട്ടിഫിക്കേഷൻ റെക്കമെൻഡ് ചെയ്തത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും ചെയ്ത കാര്യങ്ങൾ ഇതൊക്കെയാണ്. സ്ലൈഡ് ചേഞ്ച് ചെയ്യാമോ? ഇപ്പോൾ തേർഡ് സ്ലൈഡാണ്. ഡോക്ടർ മൂന്നാം സ്ലൈഡ്. ധനുഷ് ഡോക്ടറെ. ഡോക്ടർ ബിനോയ് മൂന്നാം സ്ലൈഡാണേ. ബിനോയ് ഓക്കെ. ടു ആ ഡു എന്നുള്ള സ്ലൈഡാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. ടു ഡു. ഓക്കെ, അതാണ് കാണുന്നത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്തത് കോമ്പിറ്റൻസി മാപ്പിംഗ് ആണ്. കോമ്പിറ്റൻസി മാപ്പിങ്ങിനകത്ത് ചെയ്ത കാര്യം ജീവനക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അവർക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് കാര്യക്ഷമത കുറവ്, എന്തൊക്കെ കാര്യങ്ങൾ ട്രെയിനിങ് വേണം എന്നുള്ളൊരു ഡാറ്റ കളക്ഷൻ ചെയ്തതിന് ശേഷം ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പിറ്റൻസി മാപ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് എന്തൊക്കെ വിഷയങ്ങൾ അവർക്ക് ട്രെയിനിങ് വേണം, എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ലാക്കുനയുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ജീവനക്കാർ തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്ത് തരുന്നത്. അതിനനുസരിച്ച് നമ്മൾ രണ്ടാമതായിട്ടൊരു ട്രെയിനിങ് പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഈ ട്രെയിനിങ് പ്ലാനിനനുസരിച്ച് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാന്നുള്ള കാര്യമാണ് ചെയ്യുന്നത്. എന്തൊക്കെ വിഷയങ്ങളിൽ കുറവുണ്ടോ അതിനെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു. പ്രധാനമായിട്ടും ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രെയിനിങ് ആണ് ISOയുടെ ഭാഗമായിട്ട് കൊടുക്കേണ്ടത്. പുറത്തുനിന്നുള്ള ട്രെയിനിങ് അല്ല. നമ്മുടെ മെഡിക്കൽ ഓഫീസർ തന്നെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് കൂടുതലും ISOയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്ന ഒരു കാര്യം പേഷ്യൻ്റ് ഫീഡ്ബാക്ക് ആണ്. നമ്മുടെ അടുത്ത് വരുന്ന രോഗികളിൽ നിന്നും നമ്മൾ കൃത്യമായിട്ട് ഒരു ഫീഡ്ബാക്ക് ഫോം, ഒരു പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഫോം ഉപയോഗിച്ച് ഏകദേശം 10-25 പോയിന്റ്സോളം അതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെ സൗകര്യങ്ങൾ, ഡോക്ടറുടെ അവരോടുള്ള അപ്രോച്ച്, ഡോക്ടറിന്റെ ടൈമിങ്സ്, മെഡിസിൻ കിട്ടുന്നുണ്ടോ, എല്ലാ ഫെസിലിറ്റീസും അവർക്ക് പര്യാപ്തമാണോ, അങ്ങനെ തുടങ്ങി ഏകദേശം ഒരു 20 പോയിന്റോളം ചേർത്തിട്ട് ഒരു പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ഫോം ഉണ്ട്. ഈ ഫോം കളക്ട് ചെയ്യുന്നുണ്ട്. അതാണ് രണ്ടാമതായിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത്. അതിന് ഈ ഒരു സർവേ നടത്തുന്നതിന് കൃത്യമായിട്ട് നമുക്കൊരു SOP ഉണ്ട്. നമ്മൾ അങ്ങിങ്ങായിട്ട് സർവേ ചെയ്യുവല്ല. ഇത്ര ദിവസം കൂടുമ്പോൾ ഇത്ര പേഷ്യൻസിനെ സർവേ നടത്തി അതിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എടുക്കുന്നു. ആ റിപ്പോർട്ടിനനുസരിച്ച് നമ്മളതിനെ ഡോക്യുമെന്റ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് വരുന്ന സമയത്ത് അതിനെ നമ്മൾ അവതരിപ്പിക്കുകയും റെക്ടിഫൈ ചെയ്യാൻ വേണ്ടുന്ന മെഷേഴ്സ് എടുക്കുകയും ചെയ്യുന്നു. പിന്നെ NABHലാണെങ്കിലും ISOയിലാണെങ്കിലും നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡോക്യുമെന്റേഷൻ ആണ്. നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ രജിസ്റ്ററുകൾ ഉണ്ടോ അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്പർ ഇട്ട് സൂക്ഷിക്കുക, അത് ലിസ്റ്റ് ചെയ്ത് ഒട്ടിക്കുക. ആ ഒരു ലിസ്റ്റ് ഡോക്ടറുടെ ടേബിളിന്റെ മുകളിലും നമ്മൾ സൂക്ഷിക്കും. എന്തൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ടോ, അത് എവിടെയൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ രജിസ്റ്ററുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അതിന് കൃത്യമായിട്ടുള്ള ഫോർമാറ്റുകൾ പറയുന്നുണ്ട്. ഈ ഫോർമാറ്റുകൾക്കനുസരിച്ച് കൃത്യമായിട്ട് രജിസ്റ്ററുകൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഡോക്യുമെന്റേഷൻ ആണ് എന്ത് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ ആണെങ്കിലും അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു പാർട്ട്. പിന്നെ അടുത്തൊരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ക്വാളിറ്റി മാനുവൽ ആണ്. ക്വാളിറ്റി മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് എങ്ങനെയെന്ന് ആ ഒരു മാനുവലിനകത്ത് നിർവചിച്ചിട്ടുണ്ട്. ISOയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തയ്യാറാക്കിയ ഒരു മാനുവലാണത്, ക്വാളിറ്റി മാനുവൽ. അതിനകത്ത് ഞാൻ ഈ താഴെ പറയുന്ന പോയിന്റ്സിനെല്ലാം എങ്ങനെയാണ് അതിൻ്റെ കൃത്യമായിട്ടൊരു മാർഗരേഖ നൽകിയിട്ടുണ്ട്. പേഷ്യൻ്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണ്, കൺസൾട്ടേഷൻ എങ്ങനെയാണ്, ഡിസ്പെൻസിങ് എങ്ങനെ വേണം, ഇതെങ്ങനെയാണ് അതിൻ്റെ ഒരു പേഷ്യൻ്റ് ഫ്ലോ എന്നുള്ളൊരു കൃത്യമായിട്ടൊരു മാനദണ്ഡം അതിൽ പറയുന്നുണ്ട്. വരുന്ന പേഷ്യൻ്റ് ടോക്കൺ എടുത്ത് രജിസ്റ്റർ ചെയ്യുന്നതും പിന്നെ അതിനനുസരിച്ച് നമ്മുടെ എല്ലാം ഓൺലൈൻ OP ആയതുകൊണ്ട് ആ ഒരു ഓർഡറിൽ തന്നെ കൺസൾട്ടേഷൻ വരുന്നതും സെയിം ഇതിൽ തന്നെ ഡിസ്പെൻസിങ്ങിന് പോകുന്നതും കൺസൾട്ടേഷൻ റൂമിൽ ഡോക്ടർ പാലിക്കേണ്ട കാര്യങ്ങൾ, ഡിസ്പെൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ആ ഒരു ക്വാളിറ്റി മാനുവലിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ആ ഒരു ക്വാളിറ്റി മാനുവലിൽ പറയുന്ന അടുത്തൊരു കാര്യം പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഡോക്ടർ, മെഡിക്കൽ ഓഫീസർ ചെയ്യണം, സ്റ്റാഫ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളും അതിനകത്ത് കൃത്യമായിട്ട് നിർവചിക്കപ്പെടുന്നുണ്ട്.
അതുപോലെ മെഡിക്കൽ ക്യാമ്പ് പ്ലാനിങ്, എക്സിക്യൂഷൻ എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളും നിർവചിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഡെയിലി ക്ലീനിങ് ആൻഡ് സാനിറ്റൈസേഷൻ ഓഫ് പ്രിമൈസസ് എങ്ങനെ ആയിരിക്കണം. ഇത് ഇപ്പം നമ്മൾ NABHന്റെ ഒരു പ്രോസസ്സും കൂടെ പോകുന്നത് കൊണ്ട് കൃത്യമായിട്ട് ക്ലീനിങ്ങിന്റെ കാര്യങ്ങളിൽ ക്ലീനിങ്ങിന് വാങ്ങുന്ന സാധനങ്ങൾ എങ്ങനെ സ്റ്റോക്കിൽ എടുക്കുന്നതും അതിന്റെ രജിസ്റ്ററുകൾ, പിന്നെ അത് കൃത്യമായിട്ട് സൂക്ഷിക്കാൻ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട്. അതുപോലെ ഈ ക്ലീനിങ് എങ്ങനെയാണ് ഓരോ ഡീപ്പ് ക്ലീനിങ് ഉണ്ട്. ഡീപ്പ് ക്ലീനിങ് ഓരോ ഐറ്റംസും എത്രയൊക്കെ തവണ ഡെയിലി ചെയ്യുന്നത് എന്തൊക്കെയാണ്, മന്ത്ലി ചെയ്യുന്നത് എന്തൊക്കെയാണ്, 2 വീക്സ് കൂടുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ ഇയർലി എന്തൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു കൃത്യമായിട്ടുള്ളൊരു ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് വെക്കുകയും അതിനനുസരിച്ച് മോണിറ്റർ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളിൽ ക്ലീനിങ്ങിന് അഡിക്വേറ്റ് ആയിട്ടുള്ള അതിന്റെ ലിക്വിഡ്സ്, ഡിസിൻഫെക്റ്റൻസ്, സൊല്യൂഷൻസ് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വേണം താനും. അതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് ഈ ഒരു ക്വാളിറ്റി മാനുവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വേസ്റ്റ് സെഗ്രിഗേഷൻ ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ചാണ്. അത് ബയോമെഡിക്കൽ വേസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം. അതുപോലെ തന്നെ അല്ലാതുള്ള വേസ്റ്റുകൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ ചെയ്യുന്നത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ടൊരു പ്രോട്ടോക്കോളും ഒരു SOP ഉണ്ടാക്കി വെച്ചിരിക്കണം. അതുപോലെ തന്നെ ജീവനക്കാരും അവെയർ ആയിരിക്കണം. നമ്മൾ അതുപോലെ തന്നെ പാലിക്കപ്പെടുക വേണം. പിന്നെ ക്വാളിറ്റി മാനുവലിൽ പറയുന്ന ഒരു കാര്യം പ്രൊക്യൂർമെന്റ് ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് മെഡിസിൻസ്. അതായത് നമ്മൾ പഞ്ചായത്തിൽ നിന്ന് ആ ഫണ്ട് ലഭ്യമാകുന്നത് മുതൽ നമ്മൾ ഇന്റന്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ സ്റ്റോക്ക് എടുക്കുന്നത്, ഇന്റന്റ് ചെയ്യുന്നത്, ഫണ്ട് ആവശ്യപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഒരു ക്വാളിറ്റി മാനുവലിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്റന്റ് ചെയ്യുന്നത് ആനുവലായിട്ട് നമ്മൾ ഇന്റന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആനുവൽ ഇന്റന്റ് രജിസ്റ്ററിനകത്ത് നോട്ട് ചെയ്യുന്നത്, വരുന്ന മെഡിസിൻസ് കൃത്യമായിട്ട് സ്റ്റോക്കിൽ എടുക്കുന്നത്, അതിന്റെ ഇൻവോയ്സുകൾ സൂക്ഷിക്കുന്നത്, ഇഷ്യൂ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എങ്ങനെ ചെയ്യണം എന്ന് ക്വാളിറ്റി മാനുവലിൽ പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എക്യുപ്മെന്റ് മെയിൻ്റനൻസ് ആൻഡ് കാലിബ്രേഷൻ ആണ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ വെയിങ് മെഷീൻ, BPF പാറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കാലിബ്രേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ അത് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ ക്ലീനിങ്ങും കാര്യങ്ങളും അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. എത്ര ഇടവേളകളിൽ ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു പോയിന്റ് റെക്കോർഡ് കീപ്പിംഗ് ആണ്. റെക്കോർഡ് കീപ്പിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ OP രജിസ്റ്റർ മുതൽ നമ്മൾ ഡിസ്പെൻസ് ചെയ്യുന്ന കാര്യങ്ങൾ വരെ എല്ലാം പ്രോപ്പർലി റെക്കോർഡ് കീപ്പിംഗ് നടത്തേണ്ടതാണ്. ഇപ്പം നമുക്ക് ഓൺലൈൻ OP അഹിംസ ഒക്കെ ആയതുകൊണ്ട് നമുക്കത് കുറച്ചുകൂടെ റെക്കോർഡ് കീപ്പിംഗ് ഈസിയാണ്. എല്ലാ ഡാറ്റയും നമുക്ക് അഹിംസയിൽ നിന്ന് എടുക്കാൻ പറ്റും. വാട്ട് എവർ ഇറ്റ് മേ ബി, എന്താണെങ്കിലും OP ആയിക്കോട്ടെ, ഫാർമസി ആയിക്കോട്ടെ, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ആയിക്കോട്ടെ, അത് കുറച്ചുകൂടെ നമുക്ക് ഈസിയാണ്. പിന്നെ ഇന്റേണൽ ക്വാളിറ്റി ഓഡിറ്റ് ആണ് മറ്റ് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ISO സർട്ടിഫിക്കേഷന് മുമ്പ് 2 തവണ ഓഡിറ്റേഴ്സ് വരുന്നുണ്ട്. ഈ ഓഡിറ്റേഴ്സ് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്ഥാപനത്തിൽ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യണം. അതൊരു 6 മാസത്തെ ഗ്യാപ്പിൽ ഈ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പം നമ്മൾ മെഡിക്കൽ ഓഫീസർ ആണെങ്കിൽ മെഡിക്കൽ ഓഫീസറെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകിൽ പഞ്ചായത്തിൽ നിന്നുള്ള അധികാരികൾ അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഘടക സ്ഥാപനങ്ങളിൽ നിന്ന് വിളിച്ച് ഓഡിറ്റ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അതുപോലെ ജീവനക്കാരെ ആണെങ്കിൽ ജീവനക്കാർ പരസ്പരം, അതുപോലെ മെഡിക്കൽ ഓഫീസർ ജീവനക്കാരെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്റേണൽ ക്വാളിറ്റി ഓഡിറ്റിൽ ചെയ്യുന്നത്. ഈ ഒരു ക്വാളിറ്റി ഓഡിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ് പഞ്ചായത്ത് അംഗങ്ങളെ കൂടെ കൂട്ടിയിട്ട് ചെയ്യും. ആ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് റിവ്യൂവിൽ ഇന്റേണൽ ക്വാളിറ്റി ഓഡിറ്റിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിനനുസരിച്ചുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും. അതായത് കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻസോടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്, നമ്മളത് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് വേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്റ്റാഫിന്റെ ട്രെയിനിങ്ങും സ്കിൽ ഡെവലപ്മെന്റും ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളൊരു കോമ്പിറ്റൻസി മാപ്പിംഗ് ചെയ്യുന്നുണ്ട്. ഇതിനനുസരിച്ചൊരു ട്രെയിനിങ് പ്ലാനിങ്ങും ഇവാലുവേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അത് വെച്ചിട്ട് കൃത്യമായിട്ട് നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യുകയും കൂടെ വേണം. നമുക്കൊരു ട്രെയിനിങ് കലണ്ടർ ഉണ്ട്, ട്രെയിനിങ് രജിസ്റ്റർ ഉണ്ട്, ട്രെയിനിങ് ഇവാലുവേഷൻ ഉണ്ട്. ഇത്രയാണ് ISO ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ.
പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗ്രീവിയൻസ് ഹാൻഡിലിംഗ് ആണ്. നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ എങ്ങനെ പരാതിപ്പെടാം, നമുക്ക് പരാതി പെട്ടിയുണ്ട്. പരാതി പെട്ടിയോടൊപ്പം തന്നെ പരാതി എഴുതാനായിട്ട് പേപ്പറും പേനയും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം. കൃത്യമായിട്ട് പരാതി പരിഹാര മെക്കാനിസം നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ട്. പിന്നെ അടുത്തൊരു പോയിന്റ് വരുന്നത് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് ആണ്. ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളൊരു സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു വർഷം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എന്തൊക്കെ നേട്ടങ്ങളാണ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. എന്നതിന് ശേഷം നമ്മളത് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. ഇപ്പം നമ്മുടെ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഞാൻ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് ഒരു 2025-26 സാമ്പത്തിക വർഷം തുടങ്ങിയപ്പോൾ നമുക്ക് വെക്കാവുന്ന ഒരെണ്ണം ISO സർട്ടിഫിക്കറ്റ് നേടുക എന്നുള്ളത് ഒരു ക്വാളിറ്റി ഒബ്ജക്റ്റീവായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പേഷ്യൻറ്റിനെ കൂട്ടുക, യോഗ സർവീസ് ഉള്ള സ്ഥലമാണ്, യോഗ ബെനിഫിഷ്യറീസിനെ കൂട്ടുക, മെഡിസിൻ പർച്ചേസിന് ഫണ്ട് ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് വെച്ചിരുന്നത്. എന്നിട്ട് ആ ഒരു സാമ്പത്തിക വർഷം കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് ഇവാലുവേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ISO ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഒരു നട്ഷെല്ലായിട്ട് പറയുവാണെങ്കിൽ പ്രധാനമായിട്ടും ട്രെയിനിങ് കാര്യങ്ങൾ, പിന്നെ ക്വാളിറ്റി മാനുവൽ ഉള്ള കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഈ പ്രൊസീജിയേഴ്സ് എല്ലാം ചെയ്യുക, ഡോക്യുമെന്റ് ചെയ്യുക, ക്വാളിറ്റി ഓഡിറ്റുകൾ ചെയ്യുക, റിവ്യൂ മീറ്റിംഗ്, പിന്നെ ഗ്രീവിയൻസ് ഹാൻഡിലിങ്ങിന് കൃത്യമായിട്ടുള്ള മെക്കാനിസം, ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അതുപോലെ നമ്മൾ ചെയ്തിരുന്നത്. മെഡിസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മെഡിസിൻ കൃത്യമായിട്ട് അവൈലബിൾ ആണോ, അതുപോലെ തന്നെ ഫാർമസിയിൽ നിന്ന് അത് കറക്റ്റായിട്ട് ഡിസ്പെൻസ് ചെയ്യപ്പെടുന്നുണ്ടോ, പിന്നെ എക്സ്പയറി മെഡിസിൻ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഫാർമസി കീപ്പ് ചെയ്യാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇപ്പോൾ ISO സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അടുത്ത് NABH ELC സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. NABH എന്ന് പറയുമ്പോൾ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. ഹോസ്പിറ്റലുകൾക്കും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബോർഡാണ് NABH. ഇത് ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഈ NABH വരുന്നത്. ഹെൽത്ത് കെയർ സർവീസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു NABH ഈ ഒരു സർട്ടിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സർട്ടിഫിക്കേഷൻ ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തത് 2019 NABH-ആയിട്ട് മിനിസ്ട്രി ഓഫ് ആയുഷ് MOU സൈൻ ചെയ്തത് 2022 സെപ്റ്റംബറിലാണ്. ഇതാണ് NABH-നെ കുറിച്ചൊരു ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് സ്ലൈഡാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമുക്ക് അസസ്മെന്റിന് വരുന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം നേരത്തെ ISOയ്ക്ക് നടത്തിയതുപോലെ തന്നെ 2 അസസ്മെന്റുകൾ വരുന്നുണ്ട്. ആദ്യം ഒരു ഡിസ്ട്രിക്ട് അസസ്മെന്റ് വരും, അതിനുശേഷം സ്റ്റേറ്റ് അസസ്മെന്റിന് ശേഷമാണ് നാഷണൽ അസസ്മെന്റ് വരുന്നത്. ഡിസ്ട്രിക്ട് ക്വാളിറ്റി ടീമിന്റെ നേതൃത്വത്തിലാണ് നമുക്ക് ഈ ഡിസ്ട്രിക്ട് അസസ്മെന്റിന് വരുന്നത്. അതിനകത്ത് വന്നിട്ട് അവർ ഇതിന് ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, കുറേ ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതിന്റെ ബേസിസിൽ ഇത് ഫുൾ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ എന്തൊക്കെ ലാക്കുനേഴ്സ് ആണ് ഉള്ളതെന്ന് പറയും. അത് നമ്മളൊരു സ്റ്റേറ്റ് അസസ്മെന്റ് വരുമ്പോഴത്തേന് നമ്മൾ ഈ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം നമ്മൾ റെക്ടിഫൈ ചെയ്യുക. സ്റ്റേറ്റ് അസസ്മെന്റ് വന്ന് അവരത് അനലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന കുറവുകളും നമുക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ നാഷണൽ അസസ്മെന്റിന് മുമ്പ് തിരുത്തി വെക്കുക, കറക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. പിന്നെ 3 അസസ്മെന്റിന് ശേഷമാണ് NABH-ന്റെ ഒരു എൻട്രി ലെവൽ സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിനകത്ത് അതിനുശേഷം നമ്മൾ NABH-ന്റെ സൈറ്റിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നു. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ് ബേസിക്കായിട്ട് ഈ ഒരു സ്ലൈഡിൽ പറഞ്ഞേക്കുന്നത്. അതിനകത്ത് നമ്മുടെ സ്ഥാപനങ്ങളുടെ സ്കോപ്പ് ഓഫ് സർവീസ് ചോദിക്കുന്നുണ്ട്.
ലഭ്യമാവുന്ന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. നമ്മുടെ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ക്ലിനിക്കൽ സർവീസുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ക്ലിനിക്കൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്ഥാപനങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ക്ലിനിക്കൽ സർവീസ് കൂടാതെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് യോഗ സർവീസും കൊടുക്കുന്നുണ്ട്, പ്രിവെന്റീവ് മെഷേഴ്സ് കൊടുക്കുന്നുണ്ട്, പ്രതിരോധ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, പാലിയേറ്റീവ് സർവീസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡോക്യുമെന്റേഷനും കാര്യങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടോ നമ്മൾ ഈ സൈറ്റിൽ ഇതിനു വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ എല്ലാം എവിഡൻസും കൂടെ അപ്ലോഡ് ചെയ്യണം. അതിപ്പോൾ ISO ആണെങ്കിലും അങ്ങനെ തന്നെ, NABH ആണെങ്കിലും അങ്ങനെ തന്നെ. ISOയുടേത് അവർ ഓരോ കറക്ഷൻസ് പറഞ്ഞ സമയത്ത് നെക്സ്റ്റ് നമ്മളത് റെക്ടിഫൈ ചെയ്തു എന്നുള്ളതിന്റെ എവിഡൻസും കൂടെ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ NABHന് നമ്മൾ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ഡാറ്റയാണോ കൊടുക്കുന്നത്, ഇപ്പൊ നമ്മുടെ സ്ഥാപനത്തിൽ ക്ലിനിക്കൽ സ്ഥാപനമാണ് നമ്മുടെ എന്ന് കൊടുത്താൽ നമ്മൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കൂടെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ യോഗ സർവീസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ യോഗ ചെയ്യുന്നതിന്റെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. പാലിയേറ്റീവ് ആണെങ്കിൽ പാലിയേറ്റീവ് വിസിറ്റിന് പോയതിന്റെ പാലിയേറ്റീവ് രജിസ്റ്റർ കൊടുക്കാം, പാലിയേറ്റീവ് വിസിറ്റിന് പോയതിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. പ്രിവെന്റീവ് ആസ്പെക്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിവെന്റീവ് മെഡിസിൻ രജിസ്റ്റർ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സോഫ്റ്റ്വെയർ അഹിംസയിൽ നിന്ന് എടുക്കുന്ന ഡാറ്റ കൊടുക്കാം. അങ്ങനെ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഡോക്യുമെന്റ് കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണം. സപ്പോർട്ടീവ് സർവീസ് ആയിട്ട് ഇപ്പൊ ഐലം ഹോമിയോ ഡിസ്പെൻസറിയിൽ ഔട്ട്സോഴ്സിംഗ് ആയിട്ടുള്ള ലാബ് ഇല്ല. നമ്മുടെ തന്നെ MPHW ബ്ലഡ് ചെക്കപ്പ്, അതായത് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ടെസ്റ്റ് മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളതിൽ കൊടുത്തത്. പിന്നെ മൂന്നാമത്തായിട്ട് വരുന്ന കാര്യം പബ്ലിക് ഹെൽത്ത് സർവീസ് ആണ്. പബ്ലിക് ഹെൽത്ത് സർവീസിനകത്ത് നമ്മൾ കൺസൾട്ടേഷൻ കൂടാതെ തന്നെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോയി മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, ഹെൽത്ത് ക്യാമ്പയിന്റെ ഭാഗമാവുന്നുണ്ട്, അവയർനെസ് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹെൽത്ത് പ്രൊമോഷൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആക്ടിവിറ്റീസ് എല്ലാം ഈ പബ്ലിക് ഹെൽത്ത് സർവീസിനകത്തായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ സ്കോപ്പ് ഓഫ് സർവീസിൽ വരുന്നതാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഡെഫിനറ്റ്ലി നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം തന്നെ നമുക്ക് അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കോപ്പ് ഓഫ് സർവീസ് 4 കാര്യങ്ങളാണ്. ക്ലിനിക്കൽ വരും, സപ്പോർട്ടീവ് വരും, പബ്ലിക് ഹെൽത്ത് സർവീസ് വരും, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വരും. അപ്പോൾ ഇതിനകത്തൊക്കെ നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മൾ ആ പോയിന്റ്സ് കൊടുക്കുക, അതിന്റെ എവിഡൻസും കൂടെ അപ്ലോഡ് ചെയ്യുക. പിന്നെ പ്രധാനമായിട്ടും ഇതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം സൈൻ ബോർഡുകൾ, സൈനേജസ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. സൈനേജസ് കറക്റ്റ് ആക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലോട്ട് വരുന്ന ഒരു വഴി തൊട്ട് തുടങ്ങും. ഒരു വേ ഫൈൻഡേഴ്സ്, അതായത് പ്രധാനപ്പെട്ട മെയിൻ റോഡിൽ, മെയിൻ ജംഗ്ഷൻസിൽ, എല്ലായിടത്തും പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ സ്ഥാപനത്തിലോട്ടുള്ള വേ ഫൈൻഡർ ബോർഡുകൾ നമ്മൾ സ്ഥാപിക്കേണ്ടതാണ്. അപ്പോൾ ബോർഡ് സ്ഥാപിക്കുമ്പോൾ അത് ബൈലിംഗൽ ബോർഡായിരിക്കണം. ഇംഗ്ലീഷിലും മലയാളത്തിലും പേരുണ്ടായിരിക്കണം, സ്ഥാപനത്തിന്റെ കൃത്യമായിട്ടുള്ള പേരുണ്ടാവണം, സ്ഥാപനത്തിലോട്ട് എത്ര ദൂരം ഉണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ ആ സൈൻ ബോർഡിൽ ഉണ്ടാവണം. അതുപോലെ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ സ്ഥാപനത്തിന്റെ പേര് കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ OP ടൈമിങ്സ്, ഡോക്ടറുടെ അവൈലബിലിറ്റി തുടങ്ങിയ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. എത്ര റൂമുണ്ടോ അവിടെ എല്ലാം കൃത്യമായിട്ട് നമ്പർ ചെയ്തിട്ടുണ്ടാവണം. റൂമിന്റെ പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും സൈൻ ബോർഡിൽ ആദ്യം ശ്രദ്ധിക്കാനുള്ളത്. സൈനേജ് ബോർഡ് ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ് പ്രസന്റ് ആണോ, HWCയിൽ പ്രസന്റ് ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ശ്രദ്ധിക്കണം. HWC എന്ന് പറഞ്ഞാൽ ആയുഷ്മാൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ HWC നെയിം ഡിസ്പ്ലേഡ് ഇൻ മെയിൻ റോഡ്. സൈനേജസ് എല്ലാം ഇംഗ്ലീഷ് ആൻഡ് മലയാളത്തിൽ ഉണ്ടാവണം. അതുപോലെ CHOയുടെ നെയിം ഈസ് ഡിസ്പ്ലേഡ് വിത്ത് ടൈമിങ്സ് ഓഫ് OPD ടൈമോട് കൂടി CHOയുടെ പേര് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. വീക്കിലി ഓഫ് ഉള്ള ദിവസം കൂടെ അതിന്റെ കൂട്ടത്തിൽ ഡിസ്പ്ലേ ചെയ്യണം. ഇവിടെ CHO എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ എന്നുള്ളതാണ്. അത് ഈ അതെ. ആയുഷ് ഹെൽത്ത് വെൽനസ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ പറയുന്ന പേര് CHO ആണ്. ഓക്കെ. ഓക്കെ. HWC ആക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ മെഡിക്കൽ ഓഫീസറിന്റെ ഡെസിഗ്നേഷൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസർ എന്നാണ് പറയുന്നത്. അതുപോലെ സ്റ്റാഫ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേ ചെയ്യണം. ജീവനക്കാരുടെ പേര് വിവരങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അവരുടെ ഓഫ് ദിവസം കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തിരിക്കണം.
ISO ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അഡീഷണൽ കാര്യം എന്ന് വെച്ചാൽ ഈ സ്റ്റാഫ് ഡീറ്റെയിൽസിനകത്ത് അറ്റൻഡൻസ് ഡീറ്റെയിൽസും കൂടെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ഓരോ ദിവസം ആരൊക്കെ ഹാജരുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്ത് പോവും. പിന്നെ സിറ്റിസൺ ചാർട്ടർ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. പൗരാവകാശ രേഖ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തൊക്കെ സേവനങ്ങൾ കൊടുക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. വിജിലൻസിന്റെ ബോർഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. നോ സ്മോക്കിംഗ് ബോർഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അല്ലാതുള്ള ഇൻഫർമേഷൻ ബോർഡുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. കുടിവെള്ളം തുടങ്ങിയ കാര്യങ്ങൾ, സൈലൻസ് നിശബ്ദത പാലിക്കുക തുടങ്ങിയ ബോർഡുകൾ ഡിസ്പ്ലേ ചെയ്തിരിക്കണം. ഗ്രീൻ പ്രോട്ടോകോൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. ആയുഷ് ഡയറ്റ് എന്താണെന്ന് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പരാതി പരിഹാര മാർഗം, പബ്ലിക് ഗ്രീവിയൻസ് റിട്രസൽ മെക്കാനിസം ഉണ്ടായിരിക്കണം. അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയും വേണം. എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ആ രജിസ്റ്റർ, ഇതിനൊരു രജിസ്റ്റർ ഉണ്ട്, അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ എന്ത് മെക്കാനിസത്തിലൂടെയാണ്, അതായത് പരാതി കിട്ടി എത്ര ദിവസത്തിനുള്ളിൽ നോക്കും, ആരാണത് പരിഹരിക്കുന്നത്, മെഡിക്കൽ ഓഫീസർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പരാതികളാണെങ്കിൽ ഹയർ അതോറിറ്റിക്ക് പോകും. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. ഇത്രയാണ് സൈനേജസിനകത്ത് പറയാനുള്ളത്. ഇത് നമ്മുടെ സ്ഥാപനത്തിൽ കൂടാതെ യോഗ നടക്കുന്ന സ്ഥലത്ത് യോഗയായിട്ട് ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകളും കാര്യങ്ങളും കൂടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സ്ഥലത്ത് വേസ്റ്റ് മാനേജ്മെന്റ്, ബയോമെഡിക്കൽ വേസ്റ്റ് സെഗ്രിഗേഷൻ ഏരിയ എന്നുള്ള ബോർഡ്, ട്രൈ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് സെപ്പറേറ്റ്, ജൈവമാലിന്യ സംസ്കരണത്തിന് പ്രത്യേക സ്ഥലം, ഫുഡ് വേസ്റ്റ് ഇടുന്ന പ്രത്യേകം കാണിക്കുക. പിന്നെ യൂട്ടിലിറ്റി ഏരിയ, നമ്മൾ ഈ വേസ്റ്റ് തുടങ്ങിയ വേസ്റ്റ് അല്ല, ക്ലീനിങ് മെറ്റീരിയൽസ്, ക്ലീനിങ് സാധനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വെക്കുന്ന ഏരിയ യൂട്ടിലിറ്റി ഏരിയ, അതിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം, അവിടെയും ബോർഡ് വെക്കണം. സ്ക്രാപ്പ് ഏരിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ബോർഡ് വെക്കണം. പിന്നെ ലിനൻ ഡ്രസ്സ് വാഷ് ചെയ്ത് അടുക്കി വെക്കുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ലിനൻ കോർണർ കാണിക്കണം, അവിടെയും ബോർഡ് ഉണ്ടാവണം. വാഷ്റൂംസിനെല്ലാം ബോർഡ് വേണം. റൂമുകളെല്ലാം തന്നെ നമ്പർ ചെയ്യുകയും വേണം. ഇംഗ്ലീഷിലും മലയാളത്തിലും ബൈലിംഗ്വൽ ആയിരിക്കണം ബോർഡുകളെല്ലാം. പ്രധാനമായിട്ടും ഇത്രയും ബോർഡുകളാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് NABH ആയിട്ട് ബന്ധപ്പെട്ട് വേണ്ടുന്ന കാര്യങ്ങളാണ് അഡിക്വേറ്റ് സ്പേസ് ഫോർ സർവീസ്. അതായത് നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യത്തിന് സ്ഥല സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള സർട്ടിഫിക്കേഷനിലോട്ട് പോകത്തുള്ളൂ. ഒരു സെക്കൻഡ്, ഇന്നൊന്ന് ഹോൾഡ് ചെയ്യണേ, ജസ്റ്റ് ലാപ്ടോപ്പ്. നമുക്ക് ഇനി ഒരു 15 മിനിറ്റ് കൂടെ ഉള്ളു, അപ്പൊ അതിനകത്ത് കവർ ചെയ്യണം. അടുത്ത് വരുന്നത് എസെൻഷ്യൽ ഫർണിച്ചർ ആണ്. പേഷ്യന്റ്, നമ്മുടെ ഡോക്ടേഴ്സ് ടേബിള്, ഡോക്ടേഴ്സ് ചെയർ, അറ്റൻഡൻസ് സ്റ്റൂള് തുടങ്ങിയ എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ ഫർണിച്ചറുകളും നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവണം. പിന്നെ എക്യുപ്മെന്റ്സ് ആണ്, ബേസിക് ആയിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും സ്ഥാപനത്തിൽ ഉണ്ടാവണം. അത് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ആ ചെക്ക് ലിസ്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. വെയിങ് മെഷീൻ, അത് അഡൾട്ട് ഉണ്ട്, ഇൻഫന്റ് ഉണ്ട്, ബേബി വെയിങ് മെഷീൻ ഉണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവണം. പിന്നെ ഡ്രിങ്കിങ് എസെൻഷ്യൽ ലാബ് എക്യുപ്മെന്റ്സും ഉണ്ടാവണം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൂക്കോണോമീറ്റർ ഉണ്ട്. പിന്നെ ഹീമോഗ്ലോബിൻ നോക്കാനുള്ള ഹീമോഗ്ലോബിനോമീറ്ററുകൾ, യൂറിൻ സ്ട്രിപ്സ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവണം. ഇതിനെല്ലാം ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്, അതിനനുസരിച്ച് നമ്മളിതെല്ലാം വാങ്ങി വെക്കണം. പിന്നെ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ആണ്, കുടിവെള്ളത്തിന് സോഴ്സ് ഉണ്ടാവണം. അത് നമുക്ക് എല്ലാത്തിനും ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സും വേണം. ഇൻ കേസ് ഇപ്പോൾ കിണർ വെള്ളം ഉള്ള സ്ഥലത്താണെങ്കിൽ നമ്മൾ പൈപ്പ് ലൈൻ കണക്ഷനൂടെ വേണം, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സും കൂടെ വേണം. പിന്നെ IT എക്യുപ്മെന്റ്സ് ഉണ്ടാവണം. നമ്മളിപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ലാപ്ടോപ്പ് അത്യാവശ്യം തന്നെയാണ്, അത് ഉണ്ടാവണം. ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ഇത്രയാണ് ബേസിക് ആയിട്ട് എക്യുപ്മെന്റ് സൈഡൊക്കെ വരുന്നത്. ഇനി അടുത്തത് ഇൻഫെക്ഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ഉണ്ടാവണം. അതിന്റെ സ്ട്രക്ചർ എന്ന് വെച്ചാൽ മെഡിക്കൽ ഓഫീസർ ഉണ്ടാവും. ഇനി ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ചാർജ് വരുന്നത് മൾട്ടിപർപ്പസ് വർക്കർക്കാണ്. ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സാണ്, അവർക്കാണ് അതിന്റെ ചാർജ് വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റാഫ് എല്ലാം ആ ഒരു കമ്മിറ്റിയിൽ അങ്ങ് സപ്പോർട്ടീവ് സ്റ്റാഫ് എന്നുള്ള രീതിയിൽ അംഗങ്ങളാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഹാൻഡ് ഹൈജീൻ പ്രാക്ടീസ് എല്ലാം കറക്റ്റായിട്ട്, അതായത് എവിടെയൊക്കെ വാഷ് ബേസിൻ ഉണ്ടോ, എൽബോ ടാപ്പ് ഉണ്ടോ, എൽബോ ടാപ്പോടുകൂടി വാഷ് ബേസിനാണ് ഏറ്റവും കറക്റ്റ്. അവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ കൈ ശുചിയാക്കേണ്ട അവസരങ്ങളും പറയണം. ആ ഒരു പ്രൊസീജിയർ സ്റ്റെപ്സും കൂടെ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവണം.
പിന്നെ പ്രോപ്പർ ക്ലീനിങ്, സ്ഥാപനം ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്യേണ്ട സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം, എത്ര തവണ ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്യേണ്ട മെത്തേഡ് എന്താണ്, PP ഉപയോഗിച്ചിട്ടാണോ ക്ലീൻ ചെയ്യുന്നത് തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും വേണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹൗസ് കീപ്പിംഗ് ചെക്ക് ലിസ്റ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ആ ചെക്ക് ലിസ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അത് രജിസ്റ്ററിലാക്കുകയും വേണം. കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുകയും വേണം. പിന്നെ ഡെയിലി സേഫ്റ്റി റൗണ്ട്സ് കണ്ടക്ട് ചെയ്യണം. അത് പ്രധാനമായിട്ടും മൾട്ടിപർപ്പസ് വർക്കർ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റി ഓഫ് കെയർ ആണ്. ക്വാളിറ്റി ഓഫ് കെയർ എന്ന് പറയുമ്പോൾ OP രജിസ്ട്രേഷൻ, പ്രിസ്ക്രിപ്ഷൻ, മെഡിസിൻ ഡിസ്പെൻസിങ്, ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്വാളിറ്റി ഓഫ് കെയറിൽ വരുന്നത്. അത് നമ്മൾ OP രജിസ്ട്രേഷൻ മുമ്പത്തെ രീതിയിലാണെങ്കിൽ നമ്മുടെ പഴയ രജിസ്റ്ററുകൾ, OP രജിസ്റ്ററുകൾ കാര്യങ്ങളെല്ലാം വേണം. പ്രിസ്ക്രിപ്ഷൻ രജിസ്റ്റർ വേണം. ഇപ്പോൾ അഹിംസ ആയതുകൊണ്ട് ഇത്തരം ഡാറ്റകളെല്ലാം തന്നെ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അതിനെല്ലാം പ്രോപ്പർ ഡോക്യുമെന്റേഷൻ ഉണ്ടോ, എത്ര കാലം അത് ഈ രേഖകളെല്ലാം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ സൈറ്റിലോട്ട് അപേക്ഷിക്കുമ്പോൾ പറയാനുണ്ട്. അഹിംസ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതെല്ലാം ലോങ് ടേമിൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കാവുന്നതുകൊണ്ട് ലോങ് ടേം റെക്കോർഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതെല്ലാം പറയുന്നത്. അതുപോലെ നമ്മൾ സൂക്ഷിക്കേണ്ട ഡാറ്റയാണ് NCD ഡാറ്റ. ഡയബറ്റീസിന്, ഹൈപ്പർ ടെൻഷന് എത്ര പേഷ്യൻസ് നമ്മുടെ അടുത്ത് മന്ത്ലി ചികിത്സ തേടുന്നുണ്ടെന്നുള്ളതിന്റെ കറക്റ്റ് ഡാറ്റ കൊടുക്കണം. യോഗ സർവീസിന്റെ ഡാറ്റ. യോഗ സർവീസ് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ യോഗയുണ്ട്, അതുപോലെ ഔട്ട്റീച്ച് ആയിട്ട് പോയി ചെയ്യുന്ന യോഗ നമ്മുടെ അയലത്താണെങ്കിൽ 2 സ്ഥലത്ത് എല്ലാ ആഴ്ചയിലും പോയി യോഗ ചെയ്യുന്നുണ്ട്. ആ വിവരങ്ങളോട് നമ്മൾ കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഹെൽത്ത് ക്യാമ്പുകൾ, പിന്നെ ഹെൽത്ത് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യുകയും വേണം. നമ്മൾ റീസെന്റ് ചെയ്തൊരു ഹെൽത്ത് ക്യാമ്പയിൻ എന്ന് പറയുന്ന അതിൽ ഹോമിയോ ഡിസ്പെൻസറി വരുന്നത് ചിറയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ്. അപ്പം നമ്മൾ ലെജിസ്ലേറ്റീവ് അസംബ്ലി വെച്ചിട്ടുള്ള ക്യാമ്പയിൻ നമ്മൾ ചിറയൻകീഴ് ബ്ലോക്കിന്റെ ഇതിൽ കിഴിവിലം പഞ്ചായത്തിൽ വെച്ച് ചെയ്തിരുന്നു. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ പേഷ്യന്റിനെ നോക്കുമ്പോൾ മാത്രമല്ല ഇത്തരം വർക്കുകളും കാര്യങ്ങളും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഹെൽത്ത് ക്യാമ്പുകൾ, അപ്പോൾ ഈ ഔട്ട്റീച്ചുകൾ നമ്മൾ പോകുന്നതെല്ലാം കൃത്യമായിട്ട് ഫോട്ടോയോട് കൂടി കൃത്യമായിട്ടുള്ള ഫോർമാറ്റിൽ ഔട്ട്റീച്ച് ആക്ടിവിറ്റി രജിസ്റ്റർ ഉണ്ട്, മെഡിക്കൽ ക്യാമ്പിന്റെ രജിസ്റ്റർ ഉണ്ട്. ഇതിലെല്ലാം കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്ത് വെക്കുകയും വേണം. ഈ ഡാറ്റ എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുകയും വേണം. നിയർലി നമ്മൾ ഇതിന് അപേക്ഷിക്കുമ്പോൾ നമ്മളോട് 2 വർഷത്തെ ഡാറ്റയാണ് ചോദിക്കുന്നത്. 2026 നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 2024ലെയും 2025ലെയും നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടോ അത് കറക്റ്റായിട്ട് ഡോക്യുമെന്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത സ്ലൈഡാണ് ഫാർമസി. ഫാർമസിയിൽ എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് വേണം, അതുപോലെ എമർജൻസി ഡ്രഗ് ലിസ്റ്റും വേണം. അത് നമ്മുടെ കയ്യിൽ ഉണ്ടാവുകയും വേണം. എല്ലാ എസെൻഷ്യൽ മെഡിസിനും അവൈലബിൾ ആണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതിൻ്റെ എല്ലാ ലിസ്റ്റ് കയ്യിലുണ്ടോ, നമ്മൾ ഇൻറ്റൻഡ് ചെയ്യുന്ന മെഡിസിൻ്റെ ലിസ്റ്റ്, അതുപോലെ മെഡിസിൻ വന്ന ഇൻവോയ്സുകൾ, മരുന്ന് ഇതെല്ലാം സ്റ്റോക്കിൽ എടുത്തിട്ടുണ്ടോ, അതുപോലെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന സാധനങ്ങൾ എന്താണ്, അതിന് ഒരു സ്റ്റോക്ക് ഔട്ട് രജിസ്റ്റർ ഉണ്ട്, എന്ത് നടപടി നമ്മൾ സ്വീകരിച്ചു, അതുപോലെ നമ്മുടെ വാർഡ് ബുക്ക്, സബ് സ്റ്റോക്ക് രജിസ്റ്റർ എന്നീ കാര്യങ്ങൾ നമ്മൾ ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട് കീപ്പ് ചെയ്യാനുണ്ട്. അതായത് എല്ലാ മരുന്നും നമ്മുടെ അടുത്ത് സ്റ്റോക്ക്, എസെൻഷ്യൽ ആയിട്ടുള്ള എല്ലാ മരുന്നുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം വരുന്നത്. ഫാർമസിയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഇത്രയാണ്. പിന്നെ അടുത്ത പ്രിസ്ക്രിപ്ഷൻ സൈഡാണ്. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു കോമൺ പാറ്റേൺ ഓഫ് OP ടിക്കറ്റ് വേണം. പ്രിസ്ക്രിപ്ഷൻ ലെജിബിൾ മാനറിലാവണം. അതായത് ഡേറ്റ്, സൈന്, ഡേറ്റ്, ടൈം, നമ്മുടെ രജിസ്ട്രേഷൻ നമ്പർ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ആയിരിക്കണം. അപ്പം ഇപ്പൊ അഹിംസ എന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ മുമ്പത്തെ കൂട്ടല്ല, അഹിംസയിലുള്ള പ്രിസ്ക്രിപ്ഷൻ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇതിനു വേണ്ടി അപേക്ഷിക്കുകയാണ്, അപ്ലിക്കേഷന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെല്ലാം നമുക്ക് യൂണിഫോം ഫോർമാറ്റ് ആണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ നമ്പർ ഉണ്ട് എല്ലാ പേഷ്യന്റിനും. അത്തരം കാര്യങ്ങളെല്ലാം ഇതിന്റെ ഒരു സർട്ടിഫിക്കേഷന്റെ ക്രൈറ്റീരിയ പറയുന്നതാണ്. ആക്ച്വലി നമുക്ക് ഓൺലൈൻ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഫാർമസിയിൽ ഉള്ള സ്റ്റോക്ക് ആണെങ്കിലും നമുക്ക് എന്തൊക്കെ മെഡിസിൻസ് നമ്മുടെ ഡിസ്പെൻസറിയിൽ ആ ഒരു ടൈമിൽ അവൈലബിൾ ആണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കാനുണ്ട്. അഹിംസ ആയതുകൊണ്ട് ഇതെല്ലാം എളുപ്പത്തിൽ പ്രൈമറി സ്റ്റോക്കിൽ നിന്നും സെക്കൻഡറി സ്റ്റോക്കിൽ നിന്നും കറണ്ട് സ്റ്റോക്കിൽ നിന്നും ഒക്കെ നമുക്ക് എടുത്ത് വെക്കാവുന്നതും എടുത്ത് സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാവുന്നതും ആയിരിക്കും. പിന്നെ അടുത്തത് റെക്കോർഡ് കീപ്പിംഗ് പ്രോപ്പർ ആയിരിക്കണം. പ്രോപ്പർ സ്റ്റോറേജ് ആൻഡ് പ്രോപ്പർ ലേബലിംഗ്, ഡിസ്പെൻസിങ്,
ഇത്രയും കാര്യങ്ങളോട് ശ്രദ്ധിക്കണം. പ്രോപ്പർ ലേബലിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാർമസിയിൽ മെഡിസിൻസ് എല്ലാം കൃത്യമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ടായിരിക്കണം. പൊട്ടൻസി എവിടെ, മദർ ടിഞ്ചർ എവിടെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ലേബൽ ചെയ്ത്, ഓയിൽ എവിടെ, സിറപ്പ് എവിടെ, എല്ലാം വാട്ട് എവർ ഇറ്റ് മേ ബി നമ്മൾ അതെല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. പ്രോപ്പറായിട്ട് ലേബൽ ചെയ്തിട്ടുണ്ടാവണം. ഡിസ്പെൻസ് ചെയ്യുന്ന സമയത്ത് പേഷ്യന്റിനോട് കറക്റ്റായിട്ട് എങ്ങനെയാണ് കഴിക്കേണ്ട രീതി, ഫ്രീക്വൻസി എല്ലാം ഡോക്ടർ എഴുതിയേക്കുന്ന കൂട്ട് തന്നെ ഫാർമസിസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. നമ്മളാണെങ്കിൽ ഇപ്പോൾ അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. കഴിക്കേണ്ട രീതി, എത്ര മരുന്ന്, എത്ര തുള്ളി, എത്ര നേരം എന്നുള്ള രീതി അതും കൂടെ TT കവറിന്റെ മുകളിൽ നമ്മൾ സ്റ്റാമ്പ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്ഥാപനത്തിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കുറച്ച് സ്ലൈഡാക്കി വെച്ചേക്കുന്നുണ്ട്. അടുത്ത സ്ലൈഡാണ്. സൈനേജിനകത്ത് നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത നെക്സ്റ്റ് സ്ലൈഡ് എടുക്കും. ബിനോയ് ഡോക്ടർ അടുത്ത സ്ലൈഡ് കാണിക്കൂ. ആ നമ്മൾ എന്തൊക്കെയാണ് സ്ഥാപനത്തിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ, ഡിസ്പ്ലേ ഓഫ് CHOയുടെ നെയിം, സ്റ്റാഫ് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പേഷ്യന്റ് വെയിറ്റിംഗ് ഏരിയ, എത്ര വെയിറ്റിംഗ് ഏരിയ ഉണ്ടോ അതെല്ലാം നമ്പർ ചെയ്യുകയും കൂടെ ചെയ്യണം. റൂം നമ്പർ കൊടുക്കണം. CHOയുടെ അവൈലബിലിറ്റി, പേര്, ഡെസിഗ്നേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, സ്റ്റാഫിന്റെ ഡീറ്റെയിൽസ്, അതിനകത്ത് സ്റ്റാഫിന്റെ അറ്റൻഡൻസോട് ചേർത്തിട്ടുള്ള ബോർഡാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉള്ള സ്ഥാപനമാണെങ്കിൽ ഫയർ പ്ലാൻ വേണം. ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ ചുറ്റിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബോർഡുകളും വേണം. സൈനേജുകൾ, പാസ് ബോർഡ്, റേസ് ബോർഡ് തുടങ്ങിയ കാര്യങ്ങൾ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ അടുത്ത് വേണം. പിന്നെ നോ സ്മോക്കിംഗ് ബോർഡ് വേണം. ഡിസ്പെൻസിങ് ഏരിയ, ഇത് അത്രയും കാര്യങ്ങൾ അതിനകത്തുള്ളത് ജസ്റ്റ് എഴുതിയേക്കുന്നു. അടുത്ത സ്ലൈഡ്. നമ്മുടെ മിഷൻ എന്താണ്, വിഷൻ എന്താണ് തുടങ്ങിയ സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്ലൈഡാണ്. പിന്നെ രജിസ്ട്രേഷൻ ഏരിയയിൽ വരുന്ന എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആയുഷിന്റെ ഡയറ്റ് കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. പിന്നെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷന് നമ്മൾ പരാതിപ്പെടുന്ന ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അടുത്ത സ്ലൈഡ്. സൈനേജ്, മെയിൻ റോഡിൽ വെച്ചേക്കുന്ന സൈൻ ബോർഡ്, പിന്നെ സിറ്റിസൺ ചാർട്ടർ, അത്തരം കാര്യങ്ങളാണ് ആ ബോർഡിൽ കാണിച്ചേക്കുന്നത്. ഗ്രീൻ പ്രോട്ടോകോളിന്റെ ബോർഡ്. അടുത്ത സ്ലൈഡ്. അതുപോലെ സൈനേജ് കൂടാണ്ട് തന്നെ IEC ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ മെറ്റീരിയലും നമ്മുടെ സ്ഥാപനങ്ങളിൽ കാണണം. അത് വെക്കാനായിട്ട് നമുക്കൊരു IEC കോർണർ ഉണ്ടാവണം. അപ്പൊ നമ്മളൊക്കെ സ്ഥാപനങ്ങളിൽ ചെയ്തിരിക്കുന്ന അതിന് പറ്റുന്ന റാക്കുകൾ വാങ്ങി വെക്കുകയും IEC കോർണർ എന്നുള്ള ബോർഡ് സ്ഥാപിക്കുകയാണ് ചെയ്തേക്കുന്നത്. നമ്മുടെ പ്രൊജക്റ്റുകളുടെ അല്ലാതുള്ള ബ്രോഷറുകൾ, പാംപ്ലെറ്റ്സ് എല്ലാം നമ്മൾ IEC കോർണറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. IEC മെറ്റീരിയൽ എല്ലാം ലോക്കൽ ലാംഗ്വേജിലും അവൈലബിൾ ആയിരിക്കണം. അതായത് നമ്മുടെ നോട്ടീസുകൾ ഉണ്ടെങ്കിൽ മലയാളത്തിലും കൂടെ ഉണ്ടാവണം. അയിലും ഹോമിയോയിലും നമ്മൾ ചെയ്തേക്കുന്ന ഒരു കാര്യം, IEC കോർണർ ഡിസ്പെൻസറി ഏരിയയിൽ കൂടാതെ യോഗ ഹാളിൽ നമ്മൾ ഒരു ബുക്കെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു റീഡിംഗ് കോർണറും കൂടെ സ്ഥാപിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ്. പാലിയേറ്റീവ് സർവീസ് ആണ്. അടുത്ത സ്ലൈഡ്. നമ്മൾ എന്ത് സർവീസ് ചെയ്യുന്നോ അതെല്ലാം നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക, അതിന്റെ ഫോട്ടോസ് വേണം, അപ്ലോഡ് ചെയ്തും വേണം. ഇത് യോഗ സർവീസ് ഔട്ട്റീച്ച് ചെയ്തേക്കുന്നതാണ് സ്കൂളിൽ, അതുപോലെ ഫാമിലി ഹെൽത്ത് സെന്ററിൽ യോഗ ഡേയുടെ ഭാഗമായിട്ട് ചെയ്ത ക്ലാസ്സുമാണ് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അടുത്ത സ്ലൈഡ്. വേ ടു NABH ALC. അപ്പം ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഉൾക്കൊള്ളിച്ചേക്കുന്നത് നമുക്ക് ആദ്യത്തെ ഒരു ഇൻസ്പെക്ഷന് ശേഷം നമ്മളോട് എന്തൊക്കെ മെയിൻ കറക്ഷൻസ് പറഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങളാണ്. ബ്രാൻഡിങ് പറഞ്ഞു, കോ ബ്രാൻഡിങ്, അതായത് പേര് കാര്യങ്ങൾ അത് ഞാൻ സ്ലൈഡ് ആക്കിയിട്ടുണ്ട്, കാണിക്കാം. പിന്നെ കൺസൾട്ടേഷൻ റൂമിന്റെ പ്രൈവസി, നമ്മൾ മെയിൻ ഡോറിന്റെ അടുത്തും പ്രൈവസി എൻഷുർ ചെയ്യണം. അതുപോലെ ഉള്ളിൽ പേഷ്യന്റ് എക്സാമിനേഷൻ ടേബിൾ ഉണ്ടെങ്കിൽ അവിടെയും നമ്മൾ പ്രൈവസി എൻഷുർ ചെയ്യണം. പിന്നെ എക്സാമിനേഷൻ ടേബിളിനകത്ത് ടേബിൾ ക്ലോത്ത് കാര്യങ്ങളെല്ലാം ഇട്ടിരിക്കണം. എക്സാമിനേഷൻ ടേബിൾ അപ്ഗ്രഡേഷൻ, യോഗ പോസ്റ്ററുകൾ, ഫാർമസിയിലെ ലേബലിങ്, ഫയർ എക്സ്റ്റിങ്ക്യൂഷറിന്റെ അടുത്ത് സൈനേജസ് ഇല്ലായിരുന്നു ആദ്യം വന്ന സമയത്ത്. ഹൗ ടു വോയിസ് എ കംപ്ലൈന്റ് എന്നുള്ള കാര്യം നമ്മൾ ഇനിഷ്യൽ വിസിറ്റിന്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല. എമർജൻസി ആൻഡ് എസെൻഷ്യൽ ഡ്രഗ് ലിസ്റ്റ് വേണം. ബയോമെഡിക്കൽ എക്യുപ്മെന്റ്സ്, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ഇതിനൊക്കെയുള്ള കറക്റ്റ് മെഷേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു അന്നത്തെ ലാക്കുനേഴ്സ്. ഇനി നമുക്ക് വന്ന ചേഞ്ചസ് ആണ്. ഇനിഷ്യൽ പിക്ചർ ആണ്
അടുത്ത സ്ലൈഡാണേ. അടുത്ത സ്ലൈഡ്. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും വന്ന ചേഞ്ചസ്. ആദ്യത്തെ പിക്ചർ ബിഫോർ ആണ്, രണ്ടാമത്തെ ആഫ്റ്റർ ആണ്. രണ്ടും കാണിച്ചിട്ടുണ്ട്. അടുത്ത സ്ലൈഡ്. നെക്സ്റ്റ് സ്ലൈഡ്. നേരത്തെ പറഞ്ഞു ബ്രാൻഡിങ്ങും കളറും. ഇനിഷ്യലി ഉള്ള കളർ മാറി, രണ്ടാമതായപ്പോഴത്തേന് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മെറ്റാലിക് യെല്ലോയിലോട്ട് മാറിയിട്ടുണ്ട്. പേരിന്റെ കാര്യത്തിൽ മാറിയിട്ടുണ്ട്. സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി, അയിലം, ആയുഷ്മാൻ ആരോഗ്യം പരമം ധനം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടാണ് നമ്മൾ ബ്രാൻഡിങ് ചെയ്തത്. പിന്നെ ഈ HWC ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആക്കുമ്പോൾ കുറച്ച് ലോഗോസും ഉണ്ടായിട്ട് കൂട്ടത്തിൽ അതെല്ലാം ഈ ഒരു ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ചർ. അടുത്ത രജിസ്ട്രേഷൻ ഏരിയയ്ക്ക് വന്ന മാറ്റങ്ങളാണ്. നമ്മുടെ സ്ഥാപനത്തിൽ കയറിയ ഓരോന്നും എവിടേക്കാണെന്ന് അറിയാൻ വേണ്ടി ആരോ മാർക്ക് വെച്ചിട്ടുള്ള ബോർഡ് കൂടെ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത സ്ലൈഡ്. കൺസൾട്ടേഷൻ റൂമിന് വന്ന ചേഞ്ചസ് ആണ്. പ്രൈവസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറൊക്കെ പതിച്ചു. പിന്നെ പുഷ് പുള്ള് തുടങ്ങിയ ബോർഡുകളൊക്കെ വെച്ചു. പിന്നെ കൺസൾട്ടേഷൻ റൂമിന് നമ്പർ ചെയ്തിട്ടുണ്ട്. വീക്കിലി ഓഫ് കാര്യങ്ങൾ ടൈമിങ്സ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫാർമസി കുറേ ചേഞ്ചസ് വന്നിരുന്നു. ഫാർമസിക്കകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം ലാസ മെഡിസിൻസ് ആണ്. ലുക്കിലേക്ക് സൗണ്ടിലേക്ക് മെഡിസിൻസ്. അതിന് നമ്മളൊരു സെപ്പറേറ്റ് സെക്ഷൻ വേണം. അതെങ്ങനെയാണെന്ന് കറക്റ്റായിട്ട് അതിനൊരു പോളിസി വേണം. അതിൻ്റെ ഫോട്ടോയാണ് ഈ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. പിന്നെ സ്ഥാപനത്തിൽ കൺജഷൻ ഉണ്ടാവാൻ പാടില്ല. നമ്മളൊന്ന് പ്രോപ്പർലി അറേഞ്ച് ചെയ്യുമ്പോഴത്തേന് അതൊക്കെ മാറും. നമുക്ക് നീറ്റാക്കി എടുക്കാൻ പറ്റും. പിന്നെ യൂട്ടിലിറ്റി ഏരിയയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് ആണ്. സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് അടുക്കി വെച്ചേക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആണ് കാണിച്ചേക്കുന്നത്. സറൗണ്ടിങ് ഏരിയയുടെ ഒക്കെ പഴയ ഫോട്ടോ, പുതിയ ഫോട്ടോ, ഇതെല്ലാം പഴയ കുറച്ച് ഫോട്ടോസ്. പിന്നെ ഹെർബൽ ഗാർഡന്റെ ഇത് സറൗണ്ടിങ് ഏരിയ ആണ്. അടുത്ത സ്ലൈഡിലോട്ട് പോകും. ഇത് സറൗണ്ടിങ് ഏരിയ. ഇത് രജിസ്ട്രേഷൻ ഉള്ളിലുള്ള ഏരിയാസിന്റെ ഒക്കെ പഴയ ഫോട്ടോസ്. ഹെർബൽ ഗാർഡൻ ആദ്യത്തെ ഫോട്ടോയ്ക്കകത്ത് ജസ്റ്റ് നമ്മളൊരു സൈഡിൽ കുറച്ച് ചട്ടികളൊക്കെ വെച്ചേക്കുമായിരുന്നു. സെക്കൻഡ് ഇവർ വരാറ് ഇൻസ്പെക്ഷൻ ടൈമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ കുറച്ചുകൂടെ നീറ്റായിട്ടുള്ളൊരു ഹെർബൽ ഗാർഡൻ സെറ്റ് ചെയ്തു. അടുത്ത പിക്ചർ. യോഗ ഹാളിന് വന്ന മാറ്റം. യോഗ ഹാളിന് മുകളിൽ സീലിംഗ് ചെയ്തു, ലൈറ്റ് കാര്യങ്ങളെല്ലാം പിടിപ്പിച്ചു. യോഗയുടെ പോസ്റ്ററുകളെല്ലാം വെച്ചു. ഇത്രയും ആണ് മെയിനായിട്ട് യോഗ ഹാളിൽ വന്ന ചേഞ്ചസ്. അടുത്ത സ്ലൈഡ്. അവയർനെസ് ക്ലാസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്ലിനിക്കൽ സർവീസ് കൂടാണ്ട് നമ്മൾ ചെയ്യുന്ന പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസിൽ വരുന്നതാണ് അവയർനെസ് ക്ലാസ്. ഇതൊരു അവയർനെസ് ക്ലാസ്സിന്റെ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്തത്. അടുത്ത സ്ലൈഡ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ISO സർട്ടിഫിക്കേഷനും NABH നമ്മൾ ചെയ്ത കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് സ്ലൈഡ് ആക്കിയതാണ്. ഇത് ശരിക്കും ഒരു എന്താ പറയുക, ഒരു ടീം എഫേർട്ട് കൊണ്ട് മാത്രം നമുക്ക് നടക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും വർക്ക് ചെയ്തെടുക്കുക, ഇതിൻ്റെ ടൈമായിട്ടുള്ള അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, എല്ലാം നമ്മുടെ സ്റ്റാഫും കൂടെ നമ്മളോടൊപ്പം നിന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ ജീവനക്കാരോടുള്ള ഒരു നന്ദിയും കൂടെ അർപ്പിക്കുവാണ്. അതോടൊപ്പം ഇതിനു വേണ്ടി ഈ ഒരു അസസ്മെന്റിന്റെ സമയത്തും അപ്ലോഡിങ്ങിന്റെ സമയത്തും എല്ലാം നമ്മളോടൊപ്പം വരുന്ന സപ്പോർട്ട് ചെയ്ത DMO മാഡം ഉണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരോടും ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ ഒരു നന്ദിയും കൂടെ അർപ്പിച്ചുകൊണ്ട് നിർത്തുവാണ് പ്രസന്റേഷൻ. താങ്ക് യു. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന ഉദാഹരണമാണ്. വളരെ നന്നായിട്ടുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. ഇത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ പുറകിലുണ്ടായ അധ്വാനം. അപ്പോൾ ഈ പ്രോഗ്രാം അവസാനിപ്പിക്കുന്ന സമയമായി. നന്ദി പറയാനായിട്ട് നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച ഡിസ്പെൻസറിലൊന്നായ ചാത്തന്നൂർ മെഡിക്കൽ ഓഫീസറായിരുന്ന ഡോക്ടർ ഷൈല ക്ഷണിക്കും. ഡോക്ടർ ഷൈല, ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ പ്രിൻസി മാഡം, ഡോക്ടർ ഹേമ ശേഖർ, ഇന്നത്തെ മോഡറേറ്ററായ ഡോക്ടർ മനോജ്,
എന്തായാലും വളരെ നല്ല ഇപ്പോഴത്തെ നല്ല ഒരു പ്രോഗ്രാമാണ് ഇന്ന് മനോജ് ഡോക്ടർ കൊണ്ടുവന്നിട്ടുള്ളത്. കേരള സംസ്ഥാനത്തിലെ സ്ഥാപനങ്ങളുടെ ഇന്നത്തെ മാറ്റം എല്ലാവർക്കും മനസ്സിലാകാൻ തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ട് മനസ്സിലാവും. ഇതിനകത്ത് എത്രമാത്രം എഫർട്ട് ഉണ്ടെന്നുള്ളത് ഒരു ഇന്നിപ്പോൾ ഡോക്ടർ ഓരോന്നായിട്ട് കാണിക്കുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒത്തിരി ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെയും ഒത്തിരി ഡോക്ടർമാരുടെയും സ്റ്റാഫിന്റെ എല്ലാം ഒരു കഠിനാധ്വാനം കൊണ്ട് നമ്മുടെ സ്ഥാപനങ്ങൾക്കെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വന്നെന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കല്ലുവാതുക്കൽ ഹോമിയോ ഡിസ്പെൻസറി ക്യാഷ് അക്രഡിറ്റേഷൻ കഴിഞ്ഞ് NABH അക്രഡിറ്റേഷൻ്റെ വർക്ക് ഞാനല്ല, ക്യാഷ് അക്രഡിറ്റേഷനിൽ എത്തിച്ച അതിൻ്റെ ഒരു പങ്ക് എനിക്കുമുണ്ട്. അതുപോലെ തന്നെ കിളിമാനൂർ ഡിസ്പെൻസറി നല്ലൊരു മാറ്റം വരുത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ആ സമയത്തുള്ള കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിലൊന്ന് മിന്നി മറഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷം. അതുപോലെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ആയ പ്രിൻസി മാഡത്തിന് ഇനി ഇപ്പോൾ ഐലൻഡ് ഡിസ്പെൻസറി ആണ്, കുറേ സ്ഥാപനങ്ങൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ബാക്കിയുള്ള സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം മാഡം ഇന്ന് വന്ന് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഉടനീളം പങ്കെടുക്കുകയും പ്രോഗ്രാമിൽ എത്തുകയും ചെയ്ത പ്രിൻസി മാഡത്തിന് IFPHന്റെ പേരുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ് വളരെ നല്ല രീതിയിൽ വിവരിച്ചു തന്ന ഡോക്ടർ ഹേമ ശേഖറിനും IFPHന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഈ NABH അക്രഡിറ്റേഷൻ നമ്മളെ ഹോമിയോ സ്ഥാപനങ്ങൾക്ക് നേടണം, അല്ലെങ്കിൽ ഇത് നമ്മുടെ ഡയറക്ടറേറ്റ് തലത്തിലൊക്കെ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു MLA ഉണ്ട്, ജയലാൽ MLA ആണ്. വിജയാംബിക മാഡവും ജമുന മാഡവും ഒക്കെ ഇരിക്കുമ്പം ഈ MLA ചെന്ന് അവിടെ എന്തുകൊണ്ട് ഹോമിയോ സ്ഥാപനങ്ങൾ NABHലാക്കിക്കൂടാ എന്ന് അവിടെ സംസാരിക്കുകയും നമ്മുടെ നിയമസഭയിൽ തന്നെ ഇതെല്ലാം പറഞ്ഞതുമായിട്ടുള്ള MLA ആണ് ജയലാൽ MLA. ഞാൻ അതുകൂടി ഇപ്പോൾ ഓർക്കുന്നു, എനിക്കറിയാം, നേരിട്ട് ബോധ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഈ ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത, അതുപോലെ ഈ പ്രോഗ്രാം കൊണ്ടുവന്ന മനോജ് ഡോക്ടർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന എല്ലാ ഡോക്ടേഴ്സിനും ഹോമിയോപ്പതി സ്നേഹികൾക്കും സ്റ്റുഡൻസിനും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഇനിയും ബാക്കിയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാവും. വലിയ ഡിസ്പെൻസറി താമസിയാൽ വരും. അതുപോലെ തിരുവല്ല, അങ്ങനെ പല സ്ഥാപനങ്ങളും ഉണ്ട്. എന്തായാലും പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനിയും എല്ലാ സഹകരണത്തോടെ, പ്രത്യേകിച്ച് DMOയ്ക്ക് മാഡം ഒരു വിസമ്മതമില്ലാതെ വരികയും മാത്രമല്ല ഇത്ര ഇരിക്കുകയും ചെയ്യുന്നുള്ളതാണ്. വളരെ തിരക്കുള്ള ഒരു പദവിയാണ്, നമുക്കെല്ലാം അറിയാം. നാളെ രാത്രി ഇതേ സമയം വീണ്ടും കാണാൻ എന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭരാത്രി.